കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ 10ാം ക്ലാസ്സുകാരൻ മരിച്ചത് ചുങ്കം പാറൂലക്കുന്ന് സ്വദേശി മുഹമ്മദ് ഷാബാസ്. മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുലർച്ചെ. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി താമരശ്ശേരി പോലീസ്. ലോകത്താരോടെ കാനത്തൊന്നും കഴിക്കുന്നില്ല. കാനത്ത് കഴിച്ചെങ്കിൽ അതേപോലെ രീതിയിൽ നിൽക്കണോ? പറഞ്ഞ പോലെ കേട്ടിട്ട് നിൽക്കണോ? ഇങ്ങനെ മാനസിക രോഗാക്കൽ 3 കൊല്ലം ഞാൻ സഹിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നില്ലേ? അല്ലേ? വേണ്ടെന്നില്ലെങ്കിൽ വേണ്ടെന്നില്ലേ? വേണ്ട. നിങ്ങളോട് തന്നെ പറയുന്നത്, നിങ്ങൾ ഉപ്പാടെ പറയുന്നത് തലാക്ക് 3 തലാക്ക് ഞാൻ ചൊല്ലി. എനിക്ക് നിങ്ങളെ മോള് വേണ്ട. ഓക്കെ, നിങ്ങളെ കാനത്ത് കഴിച്ചോണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ. വീണ്ടും ഓൺലൈനിലൂടെ മുത്തലാഖ്. കാസർഗോഡ് യുവതിയെ വാട്സാപ്പിലൂടെ മൊഴിചൊല്ലിയെന്ന പരാതി നെല്ലിക്കാട്ട് സ്വദേശി അബ്ദുൾ റസാഖിനെതിരെ. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്തൃ വീട്ടിൽ നിന്ന് പീഡനം നേരിട്ടെന്നും യുവതിയുടെ കുടുംബം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരം. ഛർദിയെ തുടർന്ന് ശ്വാസതടസ്സം മൂർച്ഛിച്ചു. കൃത്രിമ ശ്വാസം നൽകുന്നു. മാർപ്പാപ്പയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചെന്ന് വത്തിക്കാൻ. You're gambling with the lives of millions of people. You're gambling with World War III. You're gambling with World War III. And what you're doing is very disrespectful to the country, this country. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയിൽ വൈറ്റ് ഹൌസിൽ നാടകീയ സംഭവങ്ങൾ. ഇരു നേതാക്കളും തമ്മിൽ വാക്കേറ്റം. 3ാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണോ എന്ന ട്രംപിന്റെ ചോദ്യം. ട്രംപിന്റെ നിർദ്ദേശങ്ങൾ തള്ളി സെലൻസ്കി. ആശാവർക്കർമാരുടെ സമരത്തെ പ്രതിരോധിക്കാൻ പുതിയ വഴിയുമായി സർക്കാർ. പുതിയ ഹെൽത്ത് വളണ്ടിയർമാരെ തേടാൻ നാഷണൽ ഹെൽത്ത് മിഷൻ നിർദ്ദേശം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം 20ാം ദിനം. ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സമരക്കാർ. കേരളത്തിനെതിരായ രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭ ഇന്ന് 2ാം ഇന്നിംഗ്സിൽ ഇറങ്ങും. 1ാം ഇന്നിംഗ്സ് വിദർഭയ്ക്ക് 37 റൺസ് ലീഡ്. കേരളം 342 റൺസിന് പുറത്ത്.